ഋഷികേശിൽ ഞാൻ 2 ദിവസം മുസാഫിർ എന്നുള്ള ഈ ബാക്ക് പാക്കർ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ ഡോമിറ്ററീസ് അവൈലബിൾ ആണ്. അറൌണ്ട് 450 ആണ് ഇവിടുത്തെ പെർ ഡേ റേറ്റ് വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്റ്റലായിരുന്നു. ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ അടിപൊളി വ്യൂ ഒക്കെയുള്ള ഒരു റൂഫ് ടോപ്പ് കഫേ ഉണ്ട്. കഫേ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കിങ്ങനെ രാത്രിയിലൊക്കെ ഇവിടെ വന്നിരിക്കായിരുന്നു. ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ ഋഷികേശിലെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്നാൽ മസ്റ്റ് ഡു എന്ന് പറയുന്നൊരു കാര്യമാണ് റിവർ റാഫ്റ്റിംഗ്. അപ്പം അത് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. റെഡി ഫോർ റാഫ്റ്റിംഗ്. നമ്മളിപ്പോൾ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ശിവപുരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 16 കിലോമീറ്റർ റാഫ്റ്റിംഗ് ആണ് ബെസ്റ്റ് എന്നാണ് കുറേ പേര് സജസ്റ്റ് ചെയ്തത്. സോ അത് പ്രകാരം നമുക്ക് 450 റുപ്പീസിന് കിട്ടി. 520 ആണ് അവർ ചോദിച്ചത്. നമ്മൾ കുറച്ചുകൂടെ കുറച്ചിടുമെന്ന് ചോദിച്ചപ്പോൾ 450 പെർ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഋഷികേശിലെത്തിയാൽ തന്നെ ഒട്ടുമിക്ക സ്ഥലത്ത് നമുക്ക് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാനെന്ന് തീരുമാനിച്ച് ഞങ്ങൾ 2-3 ഇടത്തൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ബെറ്ററെന്ന് തോന്നിയ പൈസയിലും ബെറ്ററെന്ന് തോന്നിയ ഒരിടത്ത് നമ്മൾ കൺഫേം ചെയ്തിട്ട് അങ്ങനെയാണ് ഇവരെ അപ്രോച്ച് ചെയ്തത്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ശിവപുരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ ഒരു എൻട്രി ടിക്കറ്റ് എന്ന രീതിയിൽ 20 രൂപ എടുക്കണം. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെല്ലാവരും കൊടുക്കണം, റാഫ്റ്റിംഗ് ചെയ്യുന്നവരെല്ലാവരും. അങ്ങനെ ആ ഒരു എൻട്രി എടുത്തിട്ടാണ് നമ്മൾ റിവറിൻ്റെ സൈഡിലോട്ട് പോകാൻ പോകുന്നത്. ഗംഗാനദിയാണ് ആ ഒഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ കൂടാണ് നമ്മൾ റിവർ റാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ റെഡി ആവുകയാണ് റിവർ റാഫ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇതുപോലെ സേഫ്റ്റി ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ ഇട്ടു നമ്മൾ റാഫ്റ്റിങ്ങിന് വേണ്ടി റെഡിയായി. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളുടെ മെയിൻ ലീഡറായിട്ടുള്ള ആൾ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തരും. എങ്ങനെയാണ് തുഴയേണ്ടതെന്നൊക്കെ പറയും. ഫോർവേഡ് ആണെങ്കിൽ മുന്നോട്ട് തുഴയണം, ബാക്ക്വേർഡ് ആണെങ്കിൽ പിന്നോട്ട് തുഴയണം. എല്ലാം വളരെ സഡൻ ആയിരിക്കും. നമ്മളിത് കാഴ്ചക്കാരല്ല. നമ്മുടെ എഫേർട്ട് നല്ലോണം ഇട്ട് നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ തുഴഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ എഫേർട്ട് നല്ലോണം വരുന്ന ഒരു സംഭവമാണ് റിവർ റാഫ്റ്റിംഗ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് റാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ തുഴയേണ്ടത് കൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ ഫോൺ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വെള്ളം നല്ലോണം അടിച്ചു കയറുന്നത് കൊണ്ടും ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് ഒരു കവർ ഉണ്ടായിരുന്നു ആളുടെ കയ്യിൽ, മെയിൻ ആളുടെ കയ്യിൽ. അപ്പോൾ ആൾ അതിനകത്തായിരിക്കും ഫോണെല്ലാം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു ഗോപ്രോ ഉണ്ട്. പക്ഷേ ആ ഗോപ്രോയിൽ വീഡിയോ എടുക്കണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് ആൾ നമ്മുടെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളോട് പറഞ്ഞത്. വിച്ച് ഈസ് ലൈക്ക് 1000 സംതിങ് ആണ് ആൾ എല്ലാവർക്കും വേണ്ടി പറഞ്ഞതെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് നമുക്ക് വലിയൊരു അടിയായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എക്സ്ട്രാ പിന്നെയും പേ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് വീഡിയോ വേണ്ട, എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമല്ലോ, അപ്പം നമുക്ക് വീഡിയോയോ ഫോട്ടോസോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ മേജർ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. आपका भी लेता मैं अभी। ഓ പൊളിച്ച്. റാഫ്റ്റിംഗ് ചെയ്ത് ക്ഷീണിച്ചതിന് ശേഷം നമ്മൾ ഗംഗാനദിയിൽ ഒന്ന് ചാടി കുളിക്കുകയും ചെയ്തു. കിടിലനായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊക്കെ ഋഷികേശിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ മസ്റ്റ് ഡു ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു റാഫ്റ്റിംഗ്. അതും 16 കിലോമീറ്റർ റാഫ്റ്റിംഗ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് ഒരുപാട് സജഷൻ കിട്ടിയതും ഈ 16 കിലോമീറ്റർ ആണ്. നമുക്ക് ഫീൽ ചെയ്തതും അത് തന്നെയാണ്. കാരണം നമ്മൾ അതിൻ്റെ കുറവായിരുന്നെങ്കിൽ നമുക്ക് ഒട്ടുമില്ലാതെ പെട്ടെന്ന് തീരുന്ന പോലെ ഫീൽ ചെയ്തേനെ. ഇതിൽ കൂടുതൽ 32 കിലോമീറ്റർ ഒക്കെ ചൂസ് ചെയ്താൽ ഒരുപാടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അടിച്ചു പോകും. 16 കിലോമീറ്റർ ഈസ് പെർഫെക്റ്റ്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. 16 കിലോമീറ്റർ റാഫ്റ്റിങ്ങിൽ 7 റാപ്പിഡ്സ് ആണ് ഇൻ ടോട്ടൽ വരുന്നത്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ കറൻറ്റ് കൂടിയ ഏരിയകളെയാണ് ഈ റാപ്പിഡ്സ് എന്ന് പറയുന്നത്. അവിടെ വെള്ളത്തിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും, ടർബുലൻസ് ഹൈ ആയിരിക്കും. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള 7 റാപ്പിഡുകളാണ് ഈ ഒരു 16 കിലോമീറ്ററിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഒരു റിവർ റാഫ്റ്റിങ്ങിൽ. ഈ റാപ്പിഡുകളാണ് ശരിക്കും ഇതിൻ്റെ ത്രില്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓരോ റാപ്പിഡും നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്തോ അച്ചീവ് ചെയ്ത പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചില കേസസിൽ ഈ റാപ്പിഡ് വരുന്ന സമയങ്ങളിൽ നമ്മളുടെ ബോട്ടൊക്കെ മറിയാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ നിന്നും തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ചാൻസസ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ സേഫാണ്. കാരണം നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അവർ കയറൊക്കെ ഇട്ട് തരും. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയങ്കര രസമാട്ടോ. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
അഡ്വഞ്ചറസ് റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിവിടെ റിലാക്സ് ചെയ്തൊരു മാഗിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവർ നമ്മളെ കൊണ്ടുവന്ന പോലെ തന്നെ ഇവരുടെ വണ്ടിയിൽ തിരിച്ച് ഇവരുടെ ഓഫീസിൽ പിക്ക് ചെയ്ത പോയിന്റിൽ തന്നെ നമ്മളെ കൊണ്ടുവിടും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് വന്നേക്കുന്നത് ബീറ്റിലാശ്രമാണ് ഋഷികേശിലെ. ഇതും ഋഷികേശിലുള്ളവർ തന്നെ സജസ്റ്റ് ചെയ്തതാണ്, എന്തായാലും മസ്റ്റായിട്ട് പോകണമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ്. സോ യെസ്, നമ്മൾ വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുവാണ്. ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ, ഇച്ചിരി കൂടുതലാണ് ടിക്കറ്റ്. പക്ഷേ ഇവിടെ മസ്റ്റ് വിസിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. സോ നമ്മളൊന്ന് കയറി നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഒരാൾക്ക് 150 രൂപ കൊടുത്തിട്ട് ബീറ്റിലാശ്രം തപ്പിയാണ് വന്നത്, ഗൂഗിൾ മാപ്പിൽ തപ്പിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ബീറ്റിലാശ്രം എവിടെയും കാണത്തില്ല. ഇവിടെ ഉള്ളത് രാജാജി ടൈഗർ റിസർവ് ഡെറാഡൂൺ എന്നൊക്കെയുള്ള രീതിയിലാണ് ബോർഡുകൾ കാണുന്നത്. ടൈഗർ റിസർവ് എന്നും പറഞ്ഞുള്ള ബോർഡാണ്, പക്ഷേ ഗൂഗിൾ മാപ്പിൽ ബീറ്റിലാശ്രം എന്നാണ് വരുന്നത്. എനിവേസ് ഉള്ളിൽ പോയി നോക്കാം സംഭവങ്ങളൊക്കെ. ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അതിലിരിക്കാൻ തോന്നില്ല. ഓക്കെ, അപ്പോൾ ബീറ്റിൽസ് ആശ്രം ഇതിനെ വിളിക്കാനുള്ള കാരണം, നമ്മുടെ ബീറ്റിൽസ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് റോക്ക് ബാൻഡാണ് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള, അതായത് 90s ഫേമസ് ആയിട്ടുള്ള ഒരു റോക്ക് ബാൻഡാണ്. അവരുടെ ഇവിടെ ഉള്ള ഇന്ത്യക്കാരല്ല, ലൈക്ക് ലിവർപൂളിൽ അവർ 1960s സംതിങ് ക്രിയേറ്റ് ചെയ്തൊരു ബാൻഡാണ്. ഭയങ്കര ഫേമസാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ അധികം അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറേ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റോക്ക് ബാൻഡാണ്. അപ്പോൾ അവർ ചില പാട്ടുകളൊക്കെ, അവരുടെ ഫേമസ് ആയിട്ടുള്ള ചില മ്യൂസിക്സൊക്കെ ഇവിടെ വന്നാണ് എഴുതിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബീറ്റിൽസിൻ്റെ ഫാൻസുകാർക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പ്ലേസ് കൂടാണ് ഇത്. പക്ഷെ ബീറ്റിൽസ് ഇപ്പോൾ സ്പ്ലിറ്റായി. 4 പേരായിരുന്നു ആ ബാൻഡിലുള്ളത്. ആ 4 പേരും പിന്നീട് സ്പ്ലിറ്റായി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ അവരുടെ പണ്ടത്തെ സോങ്സൊക്കെ തന്നെ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ഫാൻസൊക്കെ ഉള്ള ഒരു റോക്ക് ബാൻഡ് കൂടാണ് ഈ ബീറ്റിൽസ്. അപ്പോൾ അവരുടെ ഒരു സ്ഥലവും കൂടാണ് ഇത്. അവരിങ്ങ് ഇന്ത്യയിൽ വന്ന് ഋഷികേശിൽ വന്നിട്ട് അവരുടെ ഫേമസ് ആയിട്ടുള്ള കുറേ മ്യൂസിക്സൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ദിസ് ഈസ് ഫേമസ് ഫോർ. യെസ്. 1976-78 കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന സ്ട്രക്ചറുകളാണ് ഈ കാണുന്നതെല്ലാം. അതായത് ഏകദേശം 45 വർഷത്തെ പഴക്കമുണ്ട്. ഒട്ടുമിക്ക സ്ട്രക്ചേഴ്സും ഇപ്പം നശിച്ചിരിക്കുന്നു. പുറത്ത് ഈ കാണുന്നതല്ലാതെ ഉള്ളെല്ലാം റൂയിൻഡായിട്ട് കിടക്കുകയാണ്. സന്യാസിമാർക്കും അതുപോലെ ബ്രഹ്മചാരികൾക്കും ഒക്കെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള കേവ്സ് ആണ് ഈ കാണുന്നതെല്ലാം. 84 കേവ്സ് ആണ് ഈ രീതിയിൽ ഇവിടെ ഉള്ളത്. ഇതെല്ലാം പണ്ട് കാലത്ത് ആൾക്കാർ വന്നിവിടെ മെഡിറ്റേറ്റ് ചെയ്യാനിരുന്ന കേവ്സ് ആണെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ കേവ്സ് എല്ലാം പണിതിരിക്കുന്നത് ഉരുളൻ കല്ലുകൾ വെച്ചിട്ടാണ്. ഇതെല്ലാം ഗംഗയുടെ തീരത്തു നിന്നും എടുത്ത കല്ലുകൾ വെച്ചിട്ടാണ് ഇത് പണിതത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ബീറ്റിലാശ്രമത്തിൽ കൂടെ നടക്കുമ്പം ഒരു വശത്തായിട്ട് ഗംഗ ദൂരെയായിട്ട് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഗംഗാതീരത്തുള്ള മണലും കല്ലും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ മിക്ക സ്ട്രക്ചേഴ്സും പണിതിരിക്കുന്നത്. പണ്ട് ബീറ്റിൽസ് എന്ന ബാൻഡ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ രാജാജി ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ടാണ്. കാരണം ഇതിൽ കൂടുതലൊക്കെ നശിച്ചു. ഇത് ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പം ഒട്ടുമിക്ക സ്ട്രക്ചേഴ്സും നശിച്ചതുകൊണ്ട് തന്നെ ഇത് രാജാജി ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇപ്പം അറിയപ്പെടുന്നത്. Kitchen, vegetarian food for all guests.
റെഡ് ഐഡ് അവിടെ വേണോ? കണ്ടതുപോലെ അന്നത്തെ കാലത്ത് പാചകം ചെയ്യാനൊക്കെ യൂസ് ചെയ്തിരുന്ന കിച്ചണാണിത്. ഇന്നിപ്പം ബോർഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത്. അല്ലാത്ത പക്ഷം ഈ ബിൽഡിംഗ് ഫുള്ള് നശിച്ചിരിക്കുന്നു. പിന്നീട് അതുപോലെ അവിടെ ഫോട്ടോ ഗാലറി ഉണ്ട്. അതായത് ബീറ്റിൽസ് ഋഷികേശിൽ ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ മഹാഋഷിയുടെ കൂട്ടത്തിലെടുത്ത പിക്ചേഴ്സും അവർ വന്നപ്പം ഉള്ള കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫോട്ടോ ഗാലറിയിൽ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ്ലാസ്ട്രോം കണ്ട് നമ്മൾ നേരെ വന്നത് ഒരു കഫേയിലേക്കാണ്. ഋഷികേശിലെ ഒട്ടുമിക്ക കഫേസും ഒരുപാട് പേര് നമുക്ക് സജസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വ്യൂ തന്നെയാണ്. ഓൾമോസ്റ്റ് കുറേ കഫേകളിൽ നിന്നും നല്ല കിടിലൻ വ്യൂസ് കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഒരു ഭാഗത്തായിട്ട് ഗംഗാനദി ഒഴുകുന്നതായിട്ടും റാംജുലയുടെ വ്യൂവും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള കഫേകളാണ് ഓൾമോസ്റ്റ് എല്ലാം. ഇങ്ങനെ പുറത്തായിട്ട് ചെയേഴ്സും ടേബിളും ഒക്കെ ഇട്ട് നമുക്ക് തരും. നല്ല അടിപൊളി വൈബാണ്. അതോടുകൂടി നമ്മുടെ ഋഷികേശിലെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പുതിയ കാഴ്ചകളൊക്കെ തേടി ഋഷികേശിൽ നിന്നും പോകാൻ പോവാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഋഷികേശ്. ഇനിയും തിരിച്ച് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളൊരു സ്ഥലവും കൂടിയായി മാറി ഋഷികേശ്.